ഈ പ്രാവശ്യം ഓണത്തിൻ്റെ ചതയത്തിന് ഞങ്ങളുടെ സ്വന്തം വീടെന്ന് വെച്ചാൽ ഞങ്ങൾ ജനിച്ച് വളർന്ന വീട്ടിൽ. അപ്പം ഞാനും എൻ്റെ ആങ്ങളെയും അനിയത്തി ഞങ്ങൾ 3 പേരും അവരുടെ ഫാമിലി ഈ പ്രാവശ്യം എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളുടെ വീട്ടിൽ ഈ പ്രാവശ്യം ഓണം ഒരുങ്ങാം എന്ന് വിചാരിച്ച്. കുറേ വർഷമായി ഞങ്ങൾ അവിടെ ഓണം ഒരുങ്ങിയിട്ട്. അപ്പം നമ്മൾ എത്ര വലിയ വീട്ടിൽ താമസിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ നമ്മൾ ജനിച്ച് വളർന്ന വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക മനസ്സിനൊരു സന്തോഷവും സമാധാനവും ഒക്കെയല്ലേ. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് എല്ലായിടവും തൂത്തുവാരി അനിയത്തി അവിടെ പോച്ച് പറിച്ച് ഞങ്ങൾ നേരത്തെ പോയെല്ലാം ഒന്ന് വൃത്തിയാക്കി. ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കി. ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് വടക്കേലാണെങ്കിൽ കമ്പിളി നാരങ്ങയുണ്ട്. അപ്പോൾ എൻ്റെ 2 മക്കളും അനിയത്തിയുടെ 2 മക്കളും 4 പേരും കൂടെ പോയി കമ്പിളി നാരങ്ങയൊക്കെ പറിച്ചുകൊണ്ട് വന്നാൽ അവർക്കൊരു സന്തോഷം. അത് ഉപ്പും മുളകും ഒക്കെ ഇട്ട് അവർ കഴിച്ച്. പിന്നെ ഊണ് ഒക്കെ ഒരുക്കിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ചോറ് മാത്രമേ വെച്ചുള്ളൂ. അനിയത്തിയുടെ വീട്ടിൽ നിന്ന് കറികളെല്ലാം വെച്ച് കൊണ്ടുവന്ന്. അപ്പോൾ അനിയനും പറഞ്ഞ് നമുക്ക് എന്തായാലും ഈ പ്രാവശ്യം ഓണം ഇവിടെ ഒരുങ്ങാവുന്ന ഒരു ദിവസം. അങ്ങനെ ആങ്ങളയോട് ചോദിച്ചപ്പോൾ അവനും സമ്മതം. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ചോറൊക്കെ വെച്ച് കറികളും ഒക്കെ ആയിട്ട് ഞങ്ങൾ കഴിച്ചു. ആണുങ്ങൾ 3 പേരും അമ്മയും കൂടെ ആദ്യം കഴിച്ച്. പിന്നെ എൻ്റെ മക്കളും അനിയത്തിയുടെ മക്കളും കുട്ടികളെല്ലാം കൂടെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനും അനിയത്തിയും കൂടെ ഭയങ്കര പാടാണ്. താഴെയൊക്കെ ഇരുന്ന് കഴിക്കാനൊക്കെ ഭയങ്കര പാടാണ്. എനിക്ക് താഴെ ഇരിക്കാൻ കാലിൻ്റെ മുട്ട് വഴങ്ങത്തേയില്ല. അത് എന്തായാലും അങ്ങനെയൊക്കെയോ ഇരുന്ന് ഊണൊക്കെ കഴിച്ച് ഒരുമാതിരി എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കാരണം കുറേ നേരം എല്ലാവരും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞ് അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. കാരണം ഇനി ഒരു വർഷം കൂടെ നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടുമെന്നൊന്നും അറിയത്തില്ല. ഈ പ്രാവശ്യം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവരും ഒത്തുകൂടി അങ്ങനെ ഒരു ഓണം എന്നും ഓർക്കാനുള്ള ഒരു ഓണം ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കിട്ടി. അതിന് ഒരുപാട് ദൈവത്തിനോട് നന്ദി പറയുന്നു. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെ കാണും. അവനവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴേ അവരവർക്ക് ഒരു സമാധാനം വരും.